ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ സേനയും മെഡിക്കൽ സംഘവും സംഭവസ്ഥലത്തെത്തി. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നു. അഫ്സാന, നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഒരു മരണവും 12 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വേഷം മാറിയെത്തിയ ഭീകരനാണ് വിനോദസഞ്ചാരികളെ ആക്രമിച്ചത്. തുടർന്ന് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് സുരക്ഷാ സേന എത്തിയിട്ടുണ്ട്. അവിടെ പ്രദേശം മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. ഈ ഏകദേശം ബൈസ്രൻ താഴ്വരയിലാണ് ആക്രമണം ഉണ്ടായത്. അവിടേക്ക് നമുക്ക് കാൽനട യാത്രയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് മാത്രമേ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബൈസ്രൻ. അവിടെ വിചാരത്തിനെത്തിയ വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. നിലവിൽ 12 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. വിനോദസഞ്ചാരികളിൽ ഒരാൾ തന്നെയാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഈ വിവരം അറിയിച്ചത്. നിലവിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണിത്. കാശ്മീരിലെ ഭീകരാക്രമണം നടക്കുന്നത് തുടർക്കഥയാണ്. എങ്കിലും സുരക്ഷാ സേനയ്ക്കും പോലീസുകാർക്കും എതിരെയുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം സമീപകാലത്തൊന്നും ഇത്തരത്തിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതാദ്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിൽ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാനെ ഫോണിലൂടെ വിളിച്ചാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ സേനയിലെ സംഭവ സ്ഥലത്തേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സാഹചര്യം ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വേഷം മാറിയെത്തിയ ഭീകരരാണ് അവിടെ വിനോദസഞ്ചാരികളെ ആക്രമിച്ചത്. ആ വിനോദസഞ്ചാരത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഈ വിവരം പോലീസിനെ ആക്രമിച്ചത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം ഭീകരർക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്തി.